പ്ലാവയുടെ കൊമ്പാണ് പോയിക്കൊണ്ടത്. ഇപ്രാവശ്യത്തെ കടപ്പുറമ്പത്ത് കാവിലെ വേല കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടി വിപുലമായിട്ടാണെന്ന് തോന്നുന്നു. ആദ്യം പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇപ്രാവശ്യം ഒന്ന് പോയി കാണാം എന്നുള്ള ഒരു തീരുമാനത്തിലിറങ്ങി. 3 ദേശങ്ങൾ കൂടിയിട്ടുള്ള ഒരു വേലയാണ് കടപ്പുറമ്പത്ത് കാവിലെ വേല. കിഴായൂർ, അതുപോലെ തന്നെ പള്ളിപ്പുറം, അതുപോലെ തന്നെ ഓങ്ങല്ലൂര് എന്നീ 3 ദേശങ്ങൾ കൂടിയാണ് ഈ വേല ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രദേശങ്ങളിലത്തെ ആളുകളാണ് ഇങ്ങനെയുള്ള കാള, അതുപോലെ തന്നെ മറ്റ് രൂപങ്ങൾ എല്ലാം ആയിട്ട് ഇവര് പുറപ്പെടും. പിന്നെ തറ, പൂതൻ അങ്ങനെയുള്ള കലാരൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇത് കിഴായൂര് ഭാഗത്തുനിന്ന് വരുന്ന കാളകള്, അവിടുത്തെ വാദ്യ കലാകാരന്മാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും അടുത്ത ഊഴത്തിന് വേണ്ടി കാത്തു വെച്ചാണ്, ഇടയ്ക്കൊന്ന് വിശ്രമിച്ചിരിക്കുകയാണ്. ഇത് മൊത്തം പാടങ്ങളാണ്. അപ്പോൾ നമ്മൾ കാവിലേക്ക് പടിഞ്ഞാറ് വശത്തു കൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാഴ്ച എന്തെങ്കിലും കിട്ടുമോ എന്ന് നമ്മൾ പരതി നോക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ, പക്ഷെ പല ഭാഗത്തും പല ആളുകളും നല്ലോണം ചുരുങ്ങിയിരിക്കുന്നുണ്ട്. വേലയും പൂരമൊക്കെ അവർക്കാണല്ലോ കൂടുതൽ. അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും. നമ്മൾ ബജ്ജി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതുപോലെ ഐസ്ക്രീം ഉണ്ട്, അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ സാധാരണ ഒരു പൂര പറമ്പിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയുള്ള വലിയ ട്രാക്ടറുകളിലാണ് ഈ കാളകളെല്ലാം വലിച്ചു കൊണ്ടുപോകുന്നത്. ഈ മുത്തശ്ശിയും അതുപോലെ അപ്പുറത്ത് അപ്പൂപ്പനുമുണ്ട്. ഇവര് നടന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇരിക്കാനുള്ള ഇരിപ്പിടം റെഡിയാക്കി കൊടുക്കുന്നത്. കുറച്ചു നേരം അപ്പൂപ്പൻ വിശ്രമിക്കട്ടെ, അതുപോലെ മുത്തശ്ശിയും വിശ്രമിക്കട്ടെ. കാവിലേക്കുള്ള വഴിപാടുകളെല്ലാം കഴിഞ്ഞ് പുറകളെല്ലാം മടങ്ങുകയാണ്. ചിങ്കാരിമേളം തകർക്കുകയാണ്. പ്രകൃതിയായ ചെണ്ടമേളം പുരോഗമിക്കുകയാണ്.
കാളയുടെ കൊമ്പാണ് പോയി കൊണ്ടത്. ₹1,60,000 വാടകയുള്ള പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ ബിഗ് ബി എന്നറിയപ്പെടുന്ന കാളയാണിത്. അപ്പോൾ ഈ കാളയുടെ കൊമ്പും അതുപോലെ ആർച്ചൊക്കെ നിവർത്തി വെച്ച് വരാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം മടക്കി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ കൊമ്പും അതുപോലെ ആർച്ചുകളൊക്കെ നിവർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 നില കെട്ടിടത്തിൻ്റെ ഉയരം വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു 4 കാളകൾ വന്ന പൂരപ്പുറപ്പ് നിറയുമെന്നർത്ഥം. ഇത് കിഴായൂർ ദേശത്തിൻ്റെ വകയായുള്ള കാളയാണ്. അവരാണ് ഈ കാള വാടകയ്ക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആർച്ച് അതുപോലെ തന്നെ കാളയുടെ കൊമ്പ് ഇവ ഉറപ്പിക്കുന്നതിന് മണിക്കൂറുകളുടെ ശ്രമം വേണ്ടി വരും. പണ്ടെല്ലാം ഈ ഒരു സാധാരണ ഒരു കാളയുടെ വലിപ്പമുള്ള അതിനോട് ബന്ധപ്പെട്ട കാളത്തലകളും അതുപോലെ ആർച്ചുകളും അതിൻ്റെ ശരീരവും എല്ലാം അത് അത്ര വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വർഷം കഴിയുന്തോറും കാളത്തലയുടെ വലിപ്പം കൂടി, അതിനോടൊപ്പം അതിൻ്റെ ബോഡിയുടെ വലിപ്പം കൂടി, ഇങ്ങനെ വലിപ്പം കൂടിയ കാളകളാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി നല്ല ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇവ വലിച്ചു കൊണ്ടുവരുന്ന വഴി വളരെ ഇടുങ്ങിയതും അതുപോലെ തന്നെ കയറ്റവും അതുപോലെ ഇറക്കവും വളഞ്ഞും തിരിഞ്ഞും ഒക്കെ വരുന്ന വഴിയിലൂടെ കൊണ്ടുവരണം. ഇവ അസാമാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭാരം കൂടുതലുള്ള കാളകളാണ്. തോളി വലിച്ചു വരികയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ഒരു നോർമൽ കാളയുടെ വലിപ്പവും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാം. പക്ഷെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ, അതിനെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ലല്ലോ. കാളത്തല ഉറപ്പിക്കാനുള്ള ശ്രമമാണ് മണിക്കൂറുകളായി. ഇങ്ങനെയുള്ള കാളകളുടെ ഒപ്പം തന്നെ ഇതിന്റെ ഉടമസ്ഥരുടെ ആളുകൾ ഏകദേശം ഒരു 10-20 പേര് കൂടി ഉണ്ടാവും. അല്ലാതെ ഈ കാള ഇങ്ങനെ ഒരുക്കി സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുകയില്ല. അതിന്റെ മുകളിൽ ഒരു 4-5 പേരുണ്ട്, താഴത്ത് ഒരു 5-6 പേര് ഇത് കൂടിയിട്ടാണ് ഈ കാള കൊമ്പ് കയറ്റി വിടുന്നത്. അപ്പൊ നിങ്ങൾ ഏകദേശം എത്ര കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ആവിന്റെ ഗോപുരത്തെക്കാളും ഉയരത്തിലാണ് ഈ കാളക്കൊമ്പുകൾ വരുമ്പോൾ അതിന്റെ വലിപ്പം കാണിക്കുന്നത്. കാളക്കൊമ്പുകൾ 4 ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ രൂപം ഇങ്ങനെയാണ്. ഇനി പുറകിലുള്ള ആർച്ച് കൂടി നിവർത്തണം. അതും വളരെയധികം ശ്രമം ആവശ്യമാണ്. ആർച്ച് നിവർത്തി അത് ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. കാളക്കൊമ്പിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നു. അതിനുള്ള ശ്രമമാണ് അവിടെ കാണുന്നത്. കുറേ സമയമായി അതിങ്ങനെ പതുക്കെ ഉയർത്തി കൊണ്ടുവരികയാണ്. ആ ആർച്ച് നല്ല ശ്രമം നടത്തുന്നുണ്ട്. പരിപൂർണമായിട്ടും ഈ മരത്തിലാണ് ഇതിൻ്റെ ആർച്ച് അതുപോലെ ആഭരണങ്ങൾ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് കലാകാരന്മാരുടെ ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ വർഷത്തെ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം കാളകളെല്ലാം അല്ലെങ്കിൽ ആ കാളത്തലകളെല്ലാം രൂപപ്പെടുന്നത്. ആളുകൾ വളരെയധികം അക്ഷമയോട് കൂടിയിട്ട് ഇതിൻ്റെ പരിപൂർണമായ രൂപം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
ഇത്രയും വലിപ്പമുള്ള ഒരു കാള അല്ലെങ്കിൽ കാളത്തല, അതുപോലെ ആർച്ച് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇനി എന്തായാലും ഈ കാളയ്ക്ക് വളരെയധികം ഡിമാൻഡ് കൂടും. ഇതിന്റെ വാടക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും തുക കൊടുത്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി. എന്തായാലും കാളയുടെ പരിപൂർണമായ രൂപം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇനി നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം. പള്ളിപ്പുറം ഭാഗത്തു നിന്നുള്ള കാളകളെല്ലാം ഇവിടെ നിരന്നു കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഓങ്ങല്ലൂർ പ്രദേശത്ത് നിന്നുള്ള കാളകളാണ്. അവ എത്തിയിട്ടില്ല. അവരെപ്പോഴും അവസാനമേ വരാറുള്ളൂ. നാസിക് ടോൾ തകർക്കുകയാണ്. ഇങ്ങനെയുള്ള നൃത്തങ്ങൾ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബജ്ജി, അതുപോലെ പാനിപൂരി, ഓംലെറ്റുകൾ, അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് ആ സ്റ്റാളുകളാണ് നമ്മുടെ പുറകുവശത്തായിട്ട് ഈ ഭാഗത്തൊക്കെ കാണുന്നത്. പൂരമാകെ പൊടി പാറി എന്ന് തന്നെ പറയാം. കൂട്ടി പാടുക തന്നെയാണ്. ഈ കുടിയുടെ ഇടയിൽ ഈ വക ഭക്ഷണങ്ങൾ കഴിക്കുന്ന അതും ഒരു രസമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയിൽ നിന്ന് കാളയെ സംരക്ഷിക്കാനുള്ള പുറപ്പാടിലാണ്. ടാർപോളിനാണെന്ന് തോന്നുന്നു, അതിന് പൊതിഞ്ഞിരിക്കുകയാണ്. പടക്കങ്ങളെല്ലാം മാറ്റി. ഇനി മഴ സ്ട്രോങ് ആകുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.